പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വനിതാ സംവരണം നടപ്പാക്കിക്കൊണ്ട് ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നോക്കൂ, 50% സീറ്റുകളാണ് നിയമസഭയിലും അതുപോലെ തന്നെ പാർലമെന്റിലും വർദ്ധിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ലോക്സഭയുടെ എണ്ണം എന്ന് പറയുന്നത്, അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 850 മാറാൻ പോകുന്നു. 543 നിലവിലെ അംഗബലം എന്ന് പറയുന്നത്. അത് 307 കൂടി വർദ്ധിച്ച് ഏതാണ്ട് 850 സീറ്റുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ 307 സീറ്റുകൾ എവിടെയൊക്കെയാണ് വർദ്ധിക്കാൻ പോകുന്നത്? അതിൽ 237 സീറ്റും വർദ്ധിക്കാൻ പോകുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കേട്ടോ. തെക്കേ ഇന്ത്യയിൽ കേവലം 70 സീറ്റുകൾ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. എന്താ സംഭവിക്കാൻ പോകുന്നത്? 650 സീറ്റുകൾ, അതായത് വടക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഉണ്ടാകും. വെറും 200 സീറ്റുകൾ മാത്രമേ തെക്കേ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി ഉണ്ടാകുകയുള്ളൂ. 426 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷത്തിന്. അതായത് വടക്കേ ഇന്ത്യയിൽ 650 സീറ്റുകളിൽ നിന്ന് 426 സീറ്റുകൾ നേടുക എന്ന് പറയുന്നത് ഒരു മുന്നണിയെ സംബന്ധിച്ച്, ഒരു പാർട്ടിയെ സംബന്ധിച്ച് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. അവർക്കിനി തെക്കേ ഇന്ത്യയിലേക്ക് നോക്കുകയേ വേണ്ട എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഈ രാജ്യത്തൊരു സന്തുലിതാവസ്ഥ നിലനിന്നിട്ടുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നു, അത് തകർക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. തെക്കേ ഇന്ത്യക്ക് ഒരു രാഷ്ട്രീയ പ്രസക്തിയും ഈ പറയുന്ന വർധന സംഭവിച്ചാൽ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. നോക്കൂ, അക്കാര്യത്തിൽ മറ്റൊരു അപകടവും കൂടി പതിയിരിക്കുന്നുണ്ട്. എന്താണ്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഈ 5 സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ സംസ്ഥാനങ്ങളാണ്. അവിടെയൊക്കെ വലിയ രീതികളിൽ സീറ്റുകൾ വർദ്ധിക്കാൻ പോവുകയാണ്. ഈ 5 സംസ്ഥാനങ്ങൾ പിടിക്കുന്ന പാർട്ടിക്ക് എക്കാലവും രാജ്യം ഭരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. ഇപ്പോൾ തന്നെ ഈ 5 സംസ്ഥാനങ്ങളും BJPയുടെ ആധിപത്യത്തിലാണ്. ഇന്ത്യയിൽ ഒരു BJP യുഗം ആരംഭിക്കാൻ പോകുന്നുവെന്ന് അയോധ്യയിലെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ ആദ്യത്തെ പടിയാണ് കേട്ടോ ഈ നീക്കം എന്ന് പറയുന്നത്. നോക്കൂ, 2027 സെൻസസ് നടക്കണം, അതിനുശേഷം ഡീലിമിറ്റേഷൻ, അതായത് മണ്ഡല പുനർനിർണയം നടക്കണം. അതിനുശേഷം വേണം ഈ പറയുന്ന അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ. പക്ഷേ 2029 തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ആധിപത്യം നേടാനാണ് BJP നീക്കം നടത്തുന്നത്. അതിന്റെ കാര്യം എന്താണ്? 2024 അവർക്കൊരു വലിയ തിരിച്ചടി ഉണ്ടായി. കേവലം 240 സീറ്റാണ് കേട്ടോ അവർക്ക് കിട്ടിയത്. 400 സീറ്റ് ലക്ഷ്യം വെച്ചാണ് അവർ മത്സരത്തിന് പോയത്. കയ്യിലുണ്ടായിരുന്ന 63 സീറ്റുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ ആധിപത്യം ഉണ്ടാക്കുക, അതുപോലെ ബീഹാറിൽ ആധിപത്യം ഉണ്ടാക്കുക, മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ആധിപത്യം ഉണ്ടാക്കുക. ഗുജറാത്ത് ഓൾറെഡി അവരുടെ കയ്യിലാണ്, കിഴക്കേ ഇന്ത്യയും അവരുടെ കയ്യിലാണ്. അതൊക്കെ ആ പാർട്ടിയുടെ നേട്ടം തന്നെയാണ്, അംഗീകരിക്കുന്നു. പക്ഷേ ഏകപക്ഷീയമായി ഈ സംസ്ഥാനങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതോടുകൂടി എക്കാലവും രാജ്യം ഭരിക്കാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് BJP സഞ്ചരിക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇന്ത്യയിൽ BJPയുടെ യുഗമാണ് വരാനിരിക്കുന്നത്. അതിനുള്ള നീക്കമാണ് ഈ പറയുന്ന വനിതാ സംവരണ ബില്ല് പാസാക്കുക, അതുവഴി ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഏകാധിപത്യം നടപ്പാക്കാം എന്ന പരീക്ഷണത്തിലാണ് BJP ഏർപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉത്തമ മാതൃകയായി ലോകത്ത് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയാണ് സർജിക്കൽ സ്ട്രൈക്കിന് പങ്കുവയ്ക്കാൻ